ഹലോ ഗൈസ്, അപ്പോൾ ഇതൊരു കോഴിക്കോട് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ രാവിലെ 6 മണിക്ക് കോഴിക്കോട് എത്തി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ എന്തായിരുന്നു കഴിക്കുന്നത്? ബ്രെഡ്. നമ്മളന്ന് കൊച്ചി പോയില്ലേ, അതുപോലെ തന്നെ എനിക്ക് ബ്രെഡും ജാമും അത് മറ്റേ ബട്ടറില്ലേ, ബട്ടറൂടെ തേച്ച് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ബുൾസിൻ, അത്ര മതി. ഇവിടെ ഒന്നും ആരുമില്ല, നമ്മൾ രാവിലെ ആയതുകൊണ്ട് ഇവിടെ ഒന്നും ആരുമില്ല. ഇനി കുറച്ച് ഒരു 7, 7:30, 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ വരും. അങ്ങനെ നമ്മളിവിടെ എല്ലാം കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പാരഗണിൽ വന്നിരിക്കുകയാണ്. പാരഗണിൽ നല്ല തിരക്കുണ്ട്. നമ്മൾ യൂട്യൂബിൽ, ഗൂഗിളിൽ അങ്ങനെ സെർച്ച് ചെയ്താണ് നമുക്ക് സ്ഥലം കിട്ടിയ പാരഗൺ. അങ്ങനെ നമ്മൾ പാരഗണിൽ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായിരുന്നു ഓർഡർ ചെയ്തത്? മട്ടൻ ബിരിയാണി. ഉമ്മാക്ക് ചിക്കൻ ബിരിയാണി, എനിക്ക് മട്ടൻ ബിരിയാണി. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ കഴിച്ചിറങ്ങി. പിന്നെ നമ്മൾ പോകുന്നതാണ് വണ്ടർലാൻഡ് ഓഫ് സയൻസ്. അവിടെ ഒരുപാട് സയൻസിനെ കുറച്ച് കണ്ട് ഒരു നല്ല അടിപൊളി അനുഭവമാണ്. നമ്മൾ അവിടെ കോഴിക്കോട് വേണമെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് ഇവിടെ പോകണം. ഇതൊരു നല്ല സംഭവമാണ്. ഇത് നമ്മളൊരു 3D ഫിലിം കാണാൻ വന്നിരിക്കുകയാണ്. എൻ്റെ പൊന്നോ, ഞാൻ ചിരിച്ച് ചത്ത്. അതിലെ 3 മെയിൻ ക്യാരക്ടറാണ് 3 വണ്ട്. ആ 3 വണ്ട് സ്പേസ്ഷിപ്പിൽ പോയി കാണിക്കുന്ന ഇത് എന്തോന്നാണ്, കുസൃതികളാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിലെങ്ങനെയുണ്ട്? ഞാൻ ഇപ്പോൾ ചന്ദ്രനിൽ നിൽക്കുകയാണ്. എല്ലാവരും എൻ്റെ ഞാൻ ചന്ദ്രനിൽ നെക്കി കളിക്കുകയാണ്. ഞാൻ ചന്ദ്രൻ നമ്മളിങ്ങനെ കാണുമ്പോൾ നെക്കി കറക്കാൻ പറ്റും. ഓരോരോ മോഷൻസ്. ഇതൊരു ആർട്ടിഫിഷ്യൽ സ്കൈ ആണ്. കണ്ടോന്ന് തളർന്ന് ടോപ്പിക്കോയും കഴിച്ച് ചുമ്മാ ഇരിക്കുന്നു. എല്ലാം കണ്ടുപിടിച്ചാ? ഇഷ്ടപ്പെട്ട? എനിക്ക് ഇവിടെ സയൻസ് ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട 3D തിയേറ്റർ അടിപൊളി. അതിനെപ്പറ്റി 2 വാക്ക്. ഉമ്മ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് നല്ലോണം കാണാൻ പറ്റും. പറ.
ഈച്ചയ്ക്ക് ഭാഗ്യമുണ്ട്. ഈച്ചേ അത് ഈച്ചയില്ല. ഇവിടെ നല്ല രസമുണ്ട്, ഇല്ല ഭംഗിയാണ്. കൊള്ളൂലേ? എന്താ ഒരു കറഞ്ഞൂടി ഇൻട്രോ എടുത്തിട്ടല്ലേ ബാക്കി കണ്ടു. ഒത്തിരി പൈത്തഗോറസിന്റെ തിയറം ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഗൈസ്, ഇതെന്ന് പറയുമ്പോൾ ഈ ലൈറ്റ് പൊല്യൂഷൻ മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതിന് ആ ലൈറ്റ് പൊല്യൂഷൻ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരൊരു എക്സാമ്പിൾ കാണിക്കുന്നത്. ആ ഒരു തിയേറ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിലെ കാഴ്ചയിലോട്ട് കിടക്കുന്നത് ഗ്രഹങ്ങളെ പറ്റി അതിൻ്റെ പൊസിഷൻസും സ്കൈയുടെ ഫുൾ കാര്യങ്ങളും ഉണ്ട്. എല്ലാ ഗ്രഹത്തിൻ്റെയും കുറച്ച് അതിൻ്റെ ഹിസ്റ്ററി. ഇതാണ് കോഴിക്കോട് ബീച്ച്. നല്ല തിരക്കായിരുന്നു, പക്ഷെ ഞാൻ കളിക്കാൻ കുറച്ച് സാധനം വാങ്ങിച്ചു. മറ്റില്ല റബ്ബർ പോലെ വച്ചിരിക്കുമ്പോൾ മണ്ടയിലോട്ട് പോകണം. അത് ഞാൻ വാങ്ങിച്ചിട്ട് നേരെ വന്നൊരു തെങ്ങി വന്ന് ഒട്ടിയിരുന്നു. എനിക്ക് മരം എന്തോ ആയാലും അത് മരമല്ലേ. അതാണ്ട് അതുപോലെ തന്നെ. ഗൈസ്, ഇതാണ് കോഴിക്കോട് ബീച്ച്. നല്ല കാറ്റുണ്ടായിരുന്നു, ഒരുപാട് തിരക്കുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 11-12 മണിയായി കാണും. ആ സാധനമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഈ ഒരു മരത്തിലും വണ്ടി വന്നു വീണു. ഗൈസ്, ഇതാണ് ആദാമിൻ്റെ ചായക്കട. കോഴിക്കോട് വരുമ്പോൾ എല്ലാവരും ഇവിടെ കയറാതെ പോകരുത്. ഇവിടെ ഒരു ഏൻഷ്യൻ്റ് കടയാണ്. അപ്പോൾ ഇതൊരു ചായക്കടയാണ്. എല്ലാം പഴയ ഒരു ടച്ച് ഉള്ളതാണ്. ഇവിടെ പഴയ എല്ലാ സംഭവങ്ങളും ഉണ്ട്. റേഡിയോ, ടി വി, അങ്ങനത്തെ എല്ലാം ഇവിടുത്തെ പ്ലാസ്റ്റിക്കാണ്. പ്ലാസ്റ്റിക് ഗൈസ്, ഇതെന്ന് പറയുമ്പോൾ ഒരു പണ്ടത്തെ, അതായത് ഓൾഡ് ടച്ച് വരുന്നതാണ്. എല്ലാ ഓൾഡ് ടച്ച് വരുന്നതുകൊണ്ട് ഈ റേഡിയോസൊക്കെ എനിക്ക് തോന്നുന്നു റിയലാണെന്നാണ് തോന്നുന്നത്. ഇവിടുത്തെ ചെയർ, ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഒരു പഴയ ഒരു ഏൻഷ്യൻ്റ് ടച്ച് ഉണ്ട്. പിന്നെ അവിടുത്തെ പണ്ടത്തെ പോസ്റ്റർ എല്ലാം പഴയത്. അവിടുത്തെ ഗ്ലാസ് വരെ പണ്ടത്തെ മോഡലിലുള്ളതാണ്. എല്ലാം അവർ പണ്ടത്തെ മോഡൽ. അല്ല, ഞാൻ കണ്ട ആ ഒരു ഡോറൊക്കെ ആ ഡോറ് അതൊക്കെ പണ്ട്, അതായത്. പിന്നെ ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ നാവിടെ ഇറങ്ങി പോകും. നല്ല അടിപൊളിയായിരുന്നു. അല്ല, പാൽക്കപ്പയല്ലേ, പാൽക്കപ്പ, കൊഞ്ച് ബിരിയാണി, ഇതെല്ലാം കഴിച്ച് ഗൈസ്. എല്ലാ തരത്തിലുള്ള ഫുഡ് ഇവിടെ ഉണ്ട് ഗൈസ്. അതുണ്ടോ, തടി കൊണ്ടുണ്ടാക്കിയ AC, തടി കൊണ്ടുണ്ടാക്കിയ തോന്നുന്നതല്ല. അവിടെ കാറ്റുണ്ട്. ഞാൻ അവിടെ പോയി നിന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഉമ്മ അവിടെ പോയി നിന്നിട്ടില്ല ഗൈസ്. ഇതൊക്കെ ചാക്ക് കൊണ്ടുണ്ടാക്കിയാണ്. ചാക്ക് പഴയ കപ്പ്.
പക്ഷെ പഴയതല്ല, പക്ഷെ പഴയതാണെന്ന് തോന്നിക്കാൻ വേണ്ടി അടിച്ച് ഞാണിക്ക് ചെയ്യും. ഗൈസ്, ഇത് ഞാൻ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ പണ്ടത്തെ പാട്ടിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? പഴയ കാലത്തെ വൈബടിച്ച് ചാവണമെങ്കിൽ ഇവിടെ വന്നു. നമ്മൾ ഉമ്മാമ്മയുടെ കൊച്ചിലത്തെ കാലമൊക്കെ കാണാം. ഇത് പണ്ടത്തെ ഉമ്മാമാർ ഉപയോഗിച്ചിരുന്ന. എൻ്റെ ഉമ്മാമ്മക്ക് 2 വയസ്സായിരുന്നപ്പോൾ ഇതിലാണ് പാല് കൊടുത്തത്. ഇത് നിറവിട്ട കട. എൻ്റെ ഉമ്മാമ്മ 1 വയസ്സായപ്പോൾ പാല് കൊടുത്തത്. പണ്ടത്തെ സ്വിച്ച്, ആ സ്വിച്ച് നട്ടിട്ട് റിയൽ അല്ലേ, അതിന് സ്റ്റിക്കർ ഒട്ടിച്ചേക്കാണ്. പണ്ടത്തെ ലൈറ്റ്. ഇതാണ് പണ്ടത്തെ നിരവാണ്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just 2 hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be 2 hearts running wild. നോക്കണ്ട, വേണ്ടേ, മടുത്ത നോക്കട്ടെ. ഇതൊക്കെ കുത്തിപ്പിടിച്ചൊക്കെ എടുക്കാം. As the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just 2 hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. We're gonna be 2 hearts running wild. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയാണ്? ജാഗ്വാർ. ആരുമില്ലാത്ത കോഴിക്കോട് രാവിലെ. ഗൈസ്, ഇത് നമ്മൾ അവിടെ ഒരു കടയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. അത്യാവശ്യം അടിപൊളിയായിരുന്നു. വീണ്ടും നമ്മൾ രാവിലത്തെ ഒരു വൈബ് കാണാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടെ ബീച്ചിൽ പോയിരുന്നു ഗൈസ്. അതിനുശേഷം നമ്മൾ റൂം വേറെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് നമ്മൾ ഇതും കണ്ടത്. അങ്ങനെ നമ്മൾ ഇവിടെ ഒന്ന് ചില്ലടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ മറ്റേ കളഞ്ഞു പോയ സാധനം ഇവിടെ ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടി നമ്മൾ രണ്ടാമത് വാങ്ങിച്ചു. ഗൈസ്, രാത്രിയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു കാലെടുത്ത് വെക്കാൻ സ്ഥലമില്ല. രാവിലെ നോക്കിയാണ് ഒരു ഉറുമ്പ് പോലും ഇല്ല.
ഇപ്പൊ തന്നെ 2-3 പേരൊക്കെ വന്നു തുടങ്ങി. ഇതാണ് ഹൈ മോൾ, ഹൈലൈറ്റ് മോൾ. ഇത് നമ്മൾ തൊട്ടപ്പുറത്താണ്. ഇത് തൊട്ടപ്പുറത്ത്, ഇതിന്റെ തൊട്ട് റൈറ്റ് സൈഡല്ലേ, ലെഫ്റ്റ് സൈഡ്. ഇത് അപ്പുറത്ത് കാണുന്നതാണ് നമ്മളെ റൂം. അപ്പോൾ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്നത് ഈ സൈഡ്. മാൾ അടിപൊളിയായിരുന്നു, അത്യാവശ്യം നല്ല മാളായിരുന്നു. അവിടെ ഒരുപാട് പലതരം മീനുകളുണ്ടായിരുന്നു. ഫ്രഷ് ചെയ്ത് കഴിക്കാം, ഫ്രൈ ചെയ്ത് കഴിക്കാം. പക്ഷെ അത് കണക്കത്തിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് കിട്ടുമല്ലോ. അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അലുവ. അലുവ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ഡിഷാണ്. ഡിഷ് എന്ന് പറയാൻ പറ്റില്ല, സ്നാക്സ്. ഗായ്സ്, നമ്മൾ ഈ മോളിൽ തന്നെ ഉള്ള നമ്മൾ കണ്ടത് അന്വേഷിപ്പിങ് കണ്ടത്. ടൊവിനോയുടെ പുതിയ സിനിമ അന്വേഷിപ്പിങ് കണ്ടത്. സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്, അടിപൊളിയായിരുന്നു. നമ്മൾ പലാക്സി സിനിമാസിലാണ് വന്നത്. അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. ഒരു സസ്പെൻസ് ക്രൈം ത്രില്ലർ ആളുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് കാണാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ സ്നോ വേൾഡിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സ്നോ വേൾഡ് എന്ന് പറയുമ്പോൾ യഥാർത്ഥ സ്നോ വേൾഡ് നമ്മളൊരു കാശ്മീരി, കാനഡ അതുപോലത്തെ. എൻ്റെ മഞ്ഞിൻ്റെ കൊതി ഇപ്പം തീർന്നു, ഈ ഒരു നിമിഷം തീർന്നു. കാരണം എവിടെ പോകണം? ചന്ദ്രന് പോകണം. ചന്ദ്രല്ല, ഇത് കിട്ടോ നമ്മുടെ ബുദ്ധി വിമാനം. പെട്ടെന്ന് അവരോടെ കയറാം. എനിക്ക് കയ്യിലിടാണ്ടാ, കൊച്ചു പിള്ളേർക്ക് ഉള്ളതെന്നു. പെട്ടെന്ന് എടുത്തിട്ട് വേഗം വാ. ക്ലോസ് ചെയ്തു. കയറുന്നാ? പെട്ടെന്ന് ബാ, അത് കയ്യിലിട്ടോ. ഇതിൻ്റെ അകത്ത് കയറി തുറക്കുമ്പോൾ വേറെ ലോകമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ എൻ്റെ ചുണ്ടൊക്കെ മരവിച്ച്. ഇനി 2 മിനിറ്റ് ഗായ്സ് നമ്മളങ്ങനെ കയറി ഇതെങ്ങനെ ഈ മഞ്ഞിവിടെ വരുന്ന? AC ഫുള്ള.
ഗൈസ്, ഇതാണ് മുട്ടായി തെരുവ്. മിഠായി തെരുവ്. ഇവിടെ രാത്രിയാണ്, അപ്പോൾ ഒരുപാട് നല്ല തിരക്കുണ്ട്, നല്ല വൈബുമാണ്. അപ്പോൾ നമുക്കതിലേക്ക് വിസ്മയമായ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഗൈസ്, ഇതാണ് രാത്രിയുള്ള മിഠായി തെരുവ്. ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വാങ്ങിക്കാം. രാവിലെ പോലെയാണ് ഇവിടെ, രാത്രിയൊന്നോ രാവിലെ ഒന്നുമില്ല. ഒരുപാട് ആളുകൾ എപ്പോഴും വരും. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ട് വിൽക്കുന്നത് അലുവ ആണ്. പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഇവിടെ വാച്ച്, അങ്ങനത്തെ വാച്ച്, ഡ്രസ്സ്, അങ്ങനെയുള്ള എല്ലാം കിട്ടും ഇവിടെ. രാത്രി ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. ഗായ്സ്, ഇത് നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ ആദാമിൻ്റെ ചായക്കടയിലാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് ആദാമിൻ്റെ ചായക്കടയാണ്. നമ്മളിപ്പോൾ ചട്ടിച്ചോറ് കഴിക്കുകയാണ്.
ഗൈസ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടുത്തെ ഫുഡ് ഒരു അപാരമാണ്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് കാണാം. ബൈ. ഗൈസ്, ഇതാണ് ഗോകുലം മോൾ അല്ലേ? ഇവിടെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഇതൊക്കെ ഷിപ്പാ, അല്ല ടൈറ്റാനിക്. അല്ല ഫൈറ്റിംഗ് ഷിപ്പ് അല്ല. ഇല്ല, ഫൈറ്റിംഗ് ഷിപ്പ്. ക്യാപ്റ്റൻ ജാക്ക് സ്പാരോയൊക്കെ ഫൈറ്റിംഗ്. വെച്ചോ, കൊള്ളണം കറക്റ്റ്. ഓ, നീ എവിടെയും വെയ്. ഗൈസ്, ഇത് നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും മിഠായി തെരുവിലേക്ക് പോവുകയാണ്. നമ്മൾ നൊങ്ങ വാങ്ങിച്ചു. നമ്മൾ തേങ്ങയ്ക്കകത്തിനിട്ട് വെളിയിലത്തെ ഭാഗം കഴിക്കാൻ സുഖമല്ലോ, പക്ഷെ അകം ഗൈസ്, ഇതാണ് ഷവർമ ബർഗർ എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഷവർമ കിട്ടുന്ന കടയാണ്. ഇവിടുത്തെ ഷവർമ നല്ല അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ആ ഒരു പ്ലേറ്റൊക്കെ ഒരു വെറൈറ്റിയാണ്. ഇത് ഈ ഷവർമ മാത്രം. ഗൈസ്, ഇവിടെ ഈ ഷവർമ അല്ല, നമ്മൾ ഒരുപാട് ഷവർമ വാങ്ങിച്ചു. ഗൈസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗെയിം കളിക്കുന്ന ഒരു സ്ഥലത്ത് പോയി. ഞാനൊരു റേസിംഗ് ഗെയിമാണ് കളിച്ചിരുന്നത്, ഒരു PC-യുടെ. നല്ല അടിപൊളി എക്സ്പീരിയൻസ്. ഗൈസ്, നമ്മളിവിടെ ക്യാപ്പിച്ചീനോ ഓടിക്കാനാണ് വന്നത്. നമ്മൾ വന്ദേ ഭാരതിൽ എത്തുകയാണ് സുഹൃത്തുക്കളെ. വന്ദേ ഭാരത്. മൂവാവുകയാണ് സുഹൃത്തുക്കളെ, മൂവാവുകയാണ്. നമ്മൾ കോഴിക്കോടിൽ നിന്ന് വിട പറയുകയാണ്. എൻ്റെ ഉമ്മാമാൻ്റെ ഞാൻ ഉമ്മാമാൻ്റെ കോഴിക്കോടുകാരനായി. കാലിക്കാടുകാരൻ. കണ്ടോ, നമുക്ക് വർക്കൊക്കെ ഇവിടെ നിന്ന് സിമ്പിളായിട്ടിരുന്ന് ചെയ്യാം.
കണ്ട സെറ്റപ്പ് ഉണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ്. ഗൈസ് അങ്ങനെ വലിയ ത്രില്ലടിച്ച് ഞാൻ വന്ദേ ഭാരതിൽ നിന്ന് എനിക്ക് മാത്രം ഫുഡ് ഉള്ളതെന്ന് പറഞ്ഞ വലിയ ത്രില്ലടിച്ചിരുന്നതാണ്. പക്ഷേ എൻ്റെ ആശ തെറ്റിപ്പോയി. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മസാല ചായ പൊട്ടിച്ചോ? എന്തോന്നാണ്? ഹംദുന് വന്ദേ ഭാരത് എന്ന് കിട്ടിയതാണ്. 300 രൂപയുടെ ഗൈസ്. പൊട്ടിക്കുന്നോ? പിന്നെ ഒരു വട, എടുക്കാം. ഒരു വട, പിന്നെ എടാ ഇത് പൊരിയാണ്. പൊരി നമ്മളെ ഉത്സവത്തിനൊക്കെ കിട്ടുന്ന ഇതൊക്കെ പറ. വൈകിട്ട് ഇത് മസാല ചായയുടെ ചായപ്പൊടി, ഇൻസ്റ്റൻറ്റ് ടീ മിക്സാണ്. ഇത് കെച്ചപ്പ്, ഇത് എന്തോന്ന് ഹെർബൽ ഹാൻഡ് സാനിറ്റൈസർ. ഇതെല്ലാം തിന്നിട്ട് ഇത് വെച്ച് കൈ സാനിറ്റൈസ് ചെയ്യണം, ടിഷ്യൂ വെച്ച് തുടയ്ക്കണം. നോക്കട്ടെ. കൂടുതൽ എക്സ്പ്രഷൻ വന്ദേ ഭാരതിലെ ടീ ആണ് ക്വീസ് നമ്മളിൽ കാണുന്നത്. ക്വീസ് ഇത് ഇളക്കാനുള്ള ക്യാപ്പ്, ഇത് സാധനങ്ങൾ, ഇത് ഫാന്, ഇത് സീറ്റ്, ഇത് കൈ വെക്കുന്ന സാധനം, ഇത് പാൻറ്, ഇത് ഇത്രയും നേരം എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് കുടിച്ചപ്പോൾ എനിക്ക് വട്ടായി. എഡിഷനാണ് നമ്മളൊന്ന് കഴിക്കാൻ പോകുന്നത്. ഹാർഡ് ടാപ്പ് എഡിഷൻ. സിംഗിൾ പുള്ളകളും എനിക്ക് തിന്നാനുള്ള ഞാൻ മാത്രം വാങ്ങിച്ച് ഞാൻ തന്നെ തിന്നും. വേറൊരു പ്രത്യേകിച്ച് ഒരു പെണ്ണുങ്ങൾക്കും കൊടുക്കും. ഹാർട്ട് ഇട്, എന്തിന് കഴിക്കാം. ആർക്ക്? അമ്മക്ക്. എന്തിന്? ഇപ്പിടി കിട്ടും. ഞാൻ കഴിച്ചോളൂ. വാ പകുതി എനിക്ക്. അങ്ങനെ 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ചോറ് കഴിക്കാൻ പോകണം. ചോറ്. അപ്പൊ നമ്മൾ ചോറ് കഴിക്കാനുള്ള ചടങ്ങിലേക്ക് പോകാം. അതിന് തന്നെ കുട്ടികളൊക്കെ ഓരോരോ കാര്യങ്ങൾ. അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ